ഇനി ബിഗ് ബോസ് അവസാനിക്കാൻ വേണ്ടി ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴേക്കും ബിഗ് ബോസ് ഒരു മിഡ് വീക്ക് എവിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബിഗ് ബോസ് സീസണിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ മിഡ് വീക്ക് എവിക്ഷനിൽ ഔട്ടാകും? ആദില ആയിരിക്കും ഇന്നത്തെ മിഡ് വീക്ക് എവിക്ഷനിൽ ഔട്ട് ആവുക ഫോർ ഷുവർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ റീസൺ ഒന്നുമില്ല. ആദിലയുടെ 2 ദിവസത്തെ പ്രവർത്തികൾ നല്ല രീതിയിൽ തന്നെ ഓഡിയൻസിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് വളരെയധികം കുറയാൻ ചാൻസസ് ഉണ്ട്. അത് ആദില നൂറുടെ ഒരു പ്ലാൻ ആവാം. കാരണം അവർ രണ്ടുപേരും ഇത്തവണ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ വോട്ട് സ്പ്ലിറ്റ് ആവാനും അവരുടെ വിജയസാധ്യത വല്ലാണ്ട് കുറയാനും സാധ്യതയുണ്ട് എന്ന് അവർക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. അവരുടെ ബിഗ് ബോസിലേക്ക് അവർ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ലാസ്റ്റ് മണി ടാസ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ അത് പൈസ എടുക്കുന്നു, വീടിന് പുറത്തേക്ക് പോകുന്നു. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ പ്ലാൻ. പക്ഷെ അത് തകർത്തുകൊണ്ടാണ് നമ്മുടെ ടാസ്കുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്കോ നൂറയ്ക്കോ പുറത്തു പോകാൻ വേണ്ടി സാധിച്ചില്ല. അപ്പൊ പിന്നെ ഉണ്ടായിരുന്നത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അവർ കണ്ടിരുന്നത് നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലി കിട്ടി. പക്ഷെ അത് അവർ വിചാരിച്ചത് ഫൈനൽ 5 ഉണ്ടായിരുന്ന ഒരാളാണ് നൂറ എന്നായിരുന്നു. പക്ഷെ അതും പൊളിച്ചടക്കിയിട്ടാണ് മോഹൻലാൽ ഇത്തവണത്തെ വീക്കെൻഡിൽ പോയിരിക്കുന്നത്. അതായത് അതിലും അവർ നല്ല രീതിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ച ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് ഈ ഒരാഴ്ച ഞാൻ വോട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ നൂറ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ലാസ്റ്റ് ഫൈനൽ 5 എത്തിയിട്ടുണ്ടെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ആവാനും രണ്ടുപേർക്കും ഒരു നമ്മുടെ ബിഗ് ബോസിന്റെ കപ്പ് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടുപേരിൽ ഒരാൾ എന്തായാലും ഔട്ട് ആവണം. അതുകൊണ്ട് തന്നെ ഇത്തവണ ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും വന്ന സമയത്ത് എന്തായി, ആദിലെ ട്രിഗർ ചെയ്യാനും ആദിലെ ട്രിഗർ ചെയ്തതായിട്ട് അഭിനയിക്കുകയാണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ ആദിലയുടെ സ്ട്രാറ്റജി ആവാം. ആദിലേക്ക് അത് ഏറ്റെടുക്കാനും ഞാൻ എന്താ വന്നിട്ടുണ്ട്, ഞാൻ 2ാമത്തെ കട്ടപ്പ ആയിക്കോട്ടെ എന്നൊക്കെ ക്യാമറ നോക്കി മനഃപൂർവ്വം ആദില പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദിലേക്ക് വോട്ട് കുറയാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മിഡ് വീക്ക് എവിക്ഷനിൽ ആദില ഔട്ടാകും. ആദില ഔട്ടായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഉള്ള ഫൈനൽ 5 ഫൈനൽ 6 നൂറ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദിലേക്ക് പുറത്ത് നിന്നുകൊണ്ടോ ആദിലയുടെ ബാക്കിയുള്ള സപ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ടോ നൂറയെ വിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നുണ്ടാവുക. അതായത് അവർ പറയുന്നുണ്ട് PR ആണോ ജനങ്ങളാണോ വിജയിക്കുക എന്ന് നമുക്ക് നോക്കാമെന്ന്. ഇന്നത്തെ ടാസ്കില് ആദില ഔട്ട് ആവാനാണ് ചാൻസസ് കൂടുതലുള്ളത്. ഒരു 99% ആദില ആയിരിക്കും ഔട്ട് ആവുക. അങ്ങനെ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ അവരുടെ പ്ലാൻ സക്സസ് ആണ്. കാരണം അവര് അനുമോളായിട്ട് കോമ്പിനേഷൻ സീൻസും കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്, സോറി ആയിട്ടുള്ള സീൻസും കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അനുമോളെ പുറകിൽ നിന്ന് കുത്തുന്ന സീനും കൊണ്ടുവരുന്നുണ്ട്. കാരണം അവർക്ക് പുറത്തിറങ്ങാനുള്ള ഭയവും അതുപോലെ തന്നെ നൂറയെ സേഫ് ആക്കണം എന്നൊരു കാരണവും, 3ാമത്തെ കാരണം അനുമോളിന്റെ വോട്ട് സപ്പോർട്ട് കുറച്ച് കുറയ്ക്കണം എന്നതും, 4ാമത്തെ ഒരു കാരണം അതിലേക്ക് ഔട്ട് ആവണം എന്നതാണ്. ഈ പ്ലാനിങ് എല്ലാം അവർക്ക് പെർഫെക്റ്റ് ആയി നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആദില ഔട്ടായിരിക്കും. കഴിഞ്ഞ തവണത്തെ എല്ലാ ബിഗ് ബോസ് സീസണുകളും വെച്ച് നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് സീസൺ 7 വന്നിരിക്കുന്ന എവിക്റ്റഡ് കണ്ടസ്റ്റൻസ് ആണ് ഏറ്റവും വെറുപ്പിക്കലായി മാറിയിട്ടുള്ളത്. എനിക്ക് വല്ലാണ്ട് അങ്ങനത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ടോ? അതായത് ശരിക്കും അവർക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ബാഡ് ഇമേജ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അവസരമായിരുന്നു ലാസ്റ്റിൽ ഇവർ ഫൈനലിൽ ഈ ഒരു എപ്പിസോഡിൽ വരിക എന്നത്. പക്ഷേ അതും വെൽ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് ഓഡിയൻസിനെ ആ ഒരു ഷോ കാണാൻ സമ്മതിക്കാത്ത രീതിയിലാണ് അവർ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബിൻസിയൊക്കെ അവർക്കൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. ഒരു ആഴ്ച കൊണ്ട് തന്നെ ഔട്ടായി പോയതാണ്. ആൾക്കാരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അതിന് ഈ PR എന്നും ബാക്കിയുള്ള പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നതൊക്കെ ഒരു ടാർഗറ്റായി അവർ കൊണ്ടുവരാനും, അത് മാത്രമല്ലാതെ ഇത് കാണുന്ന ഓഡിയൻസിന് ഭയങ്കരമായിട്ട് എന്താകുന്നുണ്ട്, അതായത് നല്ല രീതിക്ക് ക്ലൈമാക്സ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു എപ്പിസോഡ് കയറിയിട്ട് ഇവരെല്ലാവരും ചുമ്മാ കയറിയിട്ട് ഷോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഷോയിൽ കയറി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തതോ അല്ലെ അതിന്റെ മുന്നത്തെ തവണത്തെയൊക്കെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഈ എവിക്റ്റഡ് കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത് ഒരു നല്ല രീതിക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും പോവാറ്. അവരുടെ എൻട്രിയിലും അതുപോലെ തന്നെ അതിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു വഴക്കോ അല്ല ഭയങ്കരമായിട്ട് കോംപ്രമൈസിങ് ടോക്കുകളാണ് ഉണ്ടാവാറ്. പക്ഷെ ഇത്തവണത്തെ ഈ കഴിഞ്ഞു പോയിരിക്കുന്ന 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് ചുമ്മാ കച്ചറ ഉണ്ടാക്കണം, സംസാരിച്ച് വഷളാക്കണം, സ്ക്രീൻ സ്പേസ് കിട്ടണം, അങ്ങനെയെങ്കിലും ഹേറ്റേഴ്സിനെങ്കിലും കൂടുതൽ ക്രിയേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ചിന്താഗതിയോടാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ അത് വല്ലാത്ത രീതിയിൽ ഓഡിയൻസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ?